അതൊക്കെ ഈ ഇക്കിളിപ്പെടുത്തുന്ന പുറത്താണ്. അതിലൊന്നും ഒരു സ്പീക്കർക്ക് ഇടപെടാൻ പറ്റുകയില്ല. ഈ കത്ത് കൊടുത്തോ ഇല്ലേ എന്നുള്ളതിലാണ് തർക്കം. ഏത് കത്ത്? ഒരു കത്ത് വന്നിട്ടുണ്ടോ? അനൗദ്യോഗികമായ ഒരു മുറി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എനിക്ക് കത്ത് തന്നൊന്നും ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ലില്ല. ആവശ്യപ്പെടുന്ന അനൗദ്യോഗിക ഔദ്യോഗികമല്ലല്ലോ. സ്പീക്കറുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഔദ്യോഗികം തന്നെയാണ്. പക്ഷെ എനിക്ക് കത്ത് തന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. അപ്പം പിന്നെ അത് അവിടെ കൊണ്ട് അവസാനിച്ചല്ലോ. അത് ഞാനിതിൻ്റെ കാര്യത്തിൽ വിവാദത്തിനില്ല. എനിക്ക് എന്തെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ട് സംസാരിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും എൻ്റെ വികാരം എന്താണെന്നുള്ളത് ഞാൻ പ്രതിപക്ഷ നേതാവിനെ അറിയിക്കും. അപ്പോൾ ഈ തള്ളി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നത് CPI-CPM-ലുള്ള ഒരു നിലവിലുള്ള അസ്വാരസ്യത്തിന്റെ ഭാഗമായിട്ടാണ്. അവർ തീർത്തോട്ടെ, ഞാനതിനകത്ത് മധ്യസ്ഥനീയല്ല. സ്പീക്കറുടെ സ്ഥാനം അതിനകത്തൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ചെയ്യാനുള്ള കഴിവും ത്രാണിയും അവർക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ആ കാര്യത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തുള്ള ആളുകളുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവുമായിട്ട് സംസാരിക്കും. ഈ വിഷയത്തിൽ ഇനിയൊരു ഡിസ്കഷൻ ഞാനില്ല. ഒരാവശ്യം വന്നാൽ, അങ്ങനെയൊരു ഘട്ടം വന്നിട്ടില്ലല്ലോ. ആവശ്യം വന്നാൽ ഇല്ലാത്തൊരു കത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത്. എനിക്കൊരു കത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടുമില്ല. എന്നോട് ഇന്നലെ വന്ന് സംസാരിച്ച ആളുകളുണ്ട്. അവരോട് ഞാൻ പറഞ്ഞത് അവിടെ പ്രതിപക്ഷ നേതാവ്, ഉപനേതാവ് ആരാണെന്നുള്ളത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ മതി. അവിടെ മുറി റെഡിയാണ്. ബാക്കിയുള്ള ക്രമീകരണങ്ങളെല്ലാം അവിടെ ഉണ്ടാകും. ഒരു പ്രശ്നം ഉണ്ടാകില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ മാത്രം മതി. പറഞ്ഞാൽ അതോടുകൂടി അത് അവസാനിക്കും. ഇനി എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്യും. ഈ അങ്ങ് സാങ്കല്പിക കഥകൾ മെനയാൻ ചില പരാമർശങ്ങൾ നടത്തിയെന്നാണ്. അതൊക്കെ ഈ ഇക്കിളിപ്പെടുത്തുന്ന പുറത്താണ്. അതിലൊന്നും ഒരു സ്പീക്കർക്ക് ഇടപെടാൻ പറ്റുകയില്ല. ഞാൻ അതിനകത്തൊന്നും വീഴുന്ന ആളെയല്ല. അതുകൊണ്ടാണ് ഞാൻ സ്പീക്കറായത്. അതുകൊണ്ട് ഞാൻ അതിനകത്തുള്ള ഫ്ലിംസി കഥകൾക്ക് പിന്നാലെ ഇല്ല. അതുകൊണ്ട് സാങ്കല്പിക കഥ മെനയാനാണെന്ന് ഒരു വല്ല സാഹിത്യകാരനുമായപ്പോൾ ഇതിലൊരു അവ്യക്തതയുള്ള അനൗദ്യോഗികമായ എന്തെങ്കിലും സന്ദേശം ലഭിച്ചിരുന്നു? അതങ്ങനെ ഞാനുമായിട്ട് അനൗദ്യോഗികം എന്ന് പറയുന്ന പ്രശ്നമില്ലല്ലോ. എന്തെങ്കിലും പ്രതിപക്ഷത്തെ സംബന്ധിക്കുന്ന കാര്യമുണ്ടെങ്കിൽ പ്രതിപക്ഷ ഔദ്യോഗികമായിട്ട് പറയും. അത് പ്രതിപക്ഷ നേതാവാണ് പറയാൻ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആള്. അദ്ദേഹം പറഞ്ഞോട്ടെ. അതനുസരിച്ച് പ്രതിപക്ഷത്തിൻ്റെ ഏത് അവകാശവും എന്നെക്കുറിച്ച് ചെയ്യുന്ന കാര്യമെല്ലാം പ്രൊട്ടക്ട് ചെയ്ത്. ഉപനേതാവ് സ്ഥാനം നിർബന്ധമുണ്ടോ സഭയിൽ? അതൊക്കെ അവരെ തീരുമാനിക്കേണ്ടത്. ഞാൻ തീരുമാനിക്കേണ്ട കാര്യങ്ങളേ അല്ല. നേരത്തെ ഉപനേതാവ് ഉണ്ടായിരുന്നു, കോടിയേരി ബാലകൃഷ്ണൻ. അത് കഴിഞ്ഞ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF വന്നപ്പോൾ ഉപനേതാവ് ഉണ്ടായിരുന്നു. ഉപനേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. അപ്പോൾ ഉപനേതാവ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ അവിടെ ഉണ്ട്. അതെപ്പോഴും ഉണ്ടാകാം. പക്ഷെ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ആരാ? അത് പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തിൻ്റെ ഉപനേതാവ് വേണമെന്ന് ഞാനെന്തിനാ പറയാൻ പോവുക? ഞാൻ പറയുന്നത് ശരിയാണോ? അല്ല.